എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ ഹംപി പ്രയാണം തുടരുന്നു. ഹംപി ഹിസ്റ്ററി ഓഫ് എ ഡിസ്ട്രോയിഡ് ഡൈനാസ്റ്റി ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം രണ്ടാം ഭാഗമായ ഈ വീഡിയോ കാണുക എന്നൊരു അഭ്യർത്ഥന. ആദ്യ ഭാഗത്തിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആരംഭവും തകർച്ചയും വിശദമായി പറഞ്ഞിരുന്നു. ഇന്നത്തെ പ്രയാണം ശ്രീ ബടവലിംഗ ഗുഡിയിലേക്ക്. കന്നഡ ഭാഷയിൽ ബടവയുടെ അർത്ഥം പാവപ്പെട്ട എന്നാണ്. ലിംഗ ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ശിവനെയാണ്. ഒരു പാവപ്പെട്ട കർഷക സ്ത്രീയാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം എന്നറിയപ്പെടുന്നതിനാലാണ് ബടവലിംഗം എന്ന് വിളിപ്പേര് വന്നത്. തുംഗഭദ്ര നദിയിൽ നിന്നും ഒരു കനാലിലൂടെ വഴിതിരിച്ചുവിട്ട ജലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന 3 മീറ്ററോളം ഉയരമുള്ള ബടവലിംഗം എന്നറിയപ്പെടുന്ന ശിവലിംഗം. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ശ്രീ ബടവലിംഗ ഗുഡി എന്നറിയപ്പെടുന്നത്. ഹംപിയിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠ. ഹംപിയിലെ ഉയരം കൂടിയ പ്രതിഷ്ഠകളിൽ ഒന്നായ ഉഗ്ര നരസിംഹം 7 തലയുള്ള ഭീമാകാരമായ പാമ്പിൻ്റെ ചുരുളിലിരിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഒന്ന്. ലക്ഷ്മി ദേവിയുടെ മടിയിൽ ഇരിക്കുന്ന വിധത്തിലുള്ള നരസിംഹ പ്രതിഷ്ഠയായിരുന്നു ഇത്. പ്രസന്ന വിരൂപാക്ഷ ക്ഷേത്രം ഹംപിയുടെ തെക്ക് കിഴക്ക് മിൻറ്റ് ഏരിയ എന്നറിയപ്പെടുന്ന ഭാഗത്ത്. ആയിരത്തി 1980കളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ക്ഷേത്രം തിരിച്ചറിയുമ്പോൾ ഏകദേശം 400 വർഷമായി ഇവിടെ മണ്ണ് മൂടിക്കിടക്കുകയായിരുന്നു എന്നാണ്. ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയും ചുറ്റുമുള്ള ഭൂമിയും ഒരേ നിരപ്പിൽ വന്നത് ചിലപ്പോൾ ഉത്ഖനനം നടത്തി മണ്ണ് ചുറ്റുപാടും ഇട്ടതിനാലാകാം. പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് ചരിത്രകാരന്മാർ പറയുന്ന ഈ ക്ഷേത്രം എപ്പോഴും വെള്ളത്തിൽ മുങ്ങിയിരിക്കും. മൺസൂൺ കാലാവസ്ഥയിൽ തുംഗഭദ്ര ഡാം തുറന്നു വിടുമ്പോൾ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ജലനിരപ്പ് വീണ്ടും ഉയരുകയും എല്ലാ മണ്ഡപങ്ങളിലും ഒരു മനുഷ്യൻ്റെ കാൽമുട്ടിന് മുകളിൽ ജലം ഉണ്ടാകുമെന്നും അറിയുന്നു. ഇതിന് കാരണമായി പറയുന്നത് തുംഗഭദ്ര നദിയിലെ വെള്ളം ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകി വരുന്നതിനും തിരികെ പുറത്തേക്ക് ഒഴുകുന്നതിനുമുള്ള നിർമ്മാണ രീതി ഉണ്ടെന്നാണ്. പതിനാലാം നൂറ്റാണ്ടിൽ രാജഭരണകാലത്ത് രാജ കുടുംബാംഗങ്ങൾക്ക് പൂജയും പ്രാർത്ഥനയും നടത്താനായി പ്രത്യേകം നിർമ്മിച്ച ക്ഷേത്രം. അങ്ങനെ കരുതാൻ ഒരു കാരണമുണ്ട്. ക്ഷേത്രത്തിന് എതിർവശത്തായിട്ടാണ് രാജകുടുംബാംഗങ്ങൾ, സൈനിക തലവന്മാർ, രാജകുടുംബവുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്നവർ എല്ലാവരും താമസിച്ചിരുന്നതിൻ്റെ നശിപ്പിക്കപ്പെട്ട ശേഷമുള്ള അവശേഷിപ്പുകൾ. ഞാനിപ്പോൾ നടക്കുന്ന പുൽപ്പരപ്പിനേക്കാൾ താഴ്ചയിലാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം. വലതുവശത്ത് കാണുന്ന സമ്പൂർണ്ണമായും കല്ലിൽ നിർമ്മിച്ച ഈ പ്രവേശന കവാടമാണ് ഇവിടെ ഉത്ഖനനം നടത്താൻ ഇടയാക്കിയത്. ഡോമിംഗോ പയസ് എന്ന പോർച്ചുഗീസ് സഞ്ചാരിയുടെ വിജയനഗരത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതിങ്ങനെയാണ്: കാഴ്ചയിൽ റോമിനേക്കാൾ വലുതും മനോഹരവും തിരക്കേറിയതുമായ നഗരം എന്നാണ് വിശേഷിപ്പിച്ചത്. പഴയകാല നിർമ്മിതികളുടെ അടിത്തറകൾ. ഇവിടെ രാജകുടുംബാംഗങ്ങൾ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഹംപിയിലെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം. എല്ലാം അവശിഷ്ടങ്ങൾ മാത്രം. മസ്ജിദിൻ്റെ കുറച്ച് ഭാഗങ്ങളും പ്രഭാതത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഉയരമുള്ള ഗോപുരവും ഇവിടെ കാണാം. ഹംപി ആക്രമിച്ചത് മുസ്ലിം സുൽത്താനേറ്റുകൾ, പ്രധാനമായും ബീജാപ്പൂർ സുൽത്താൻ. അങ്ങനെയെങ്കിൽ ഈ മസൂദിയും ചുറ്റുപാടുകളും എന്തിനു നശിപ്പിച്ചു എന്ന് മനസ്സിലാകുന്നില്ല. ഈ കാണുന്നത് ചുവരുകളിലും തൂണുകളിലും കൊത്തുപണിയിലൂടെ രാമായണ കഥകൾ കൊത്തിവെച്ചിരിക്കുന്ന ഹസാര രാമചന്ദ്ര ക്ഷേത്രം. 15ാം നൂറ്റാണ്ടിൽ കൃഷ്ണദേവരായ എന്ന ദേവരായ രണ്ടാമൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടത് എന്ന് പറയുന്നെങ്കിലും കൃത്യമായ വർഷം കണക്കാക്കപ്പെട്ടിട്ടില്ല. രാജാവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും സ്വകാര്യ ക്ഷേത്രം.
പുറത്തെ ചുവരുകളിൽ രാമൻ, കൃഷ്ണൻ, കുതിരകൾ, ആനകൾ, പടയാളികൾ, നൃത്തം ചെയ്യുന്ന സ്ത്രീരൂപങ്ങൾ എന്നിവ കൊത്തിവെച്ചിരിക്കുന്നു. ശ്രീരാമൻ, ലക്ഷ്മണൻ, സീതാദേവി എന്നിങ്ങനെയായിരുന്നു പ്രധാന പ്രതിഷ്ഠകൾ. വിജയനഗര കാലഘട്ടത്തിലെ ശില്പവേലകളുടെ ഉദാത്ത മാതൃക. ഇത് അർദ്ധമണ്ഡപം. ലക്ഷ്മി, ഹയഗ്രീവൻ, കൽക്കി, രാമലക്ഷ്മണ സീത, വിനായക, ഹനുമാൻ എന്നിങ്ങനെ 3 തട്ടുകളിലായി എല്ലാ വശങ്ങളിലും സങ്കീർണമായ ശില്പവേലകൾ, കറുത്ത കല്ലിലുള്ള 4 തൂണുകൾ. ഇവയിലെ പല രൂപങ്ങളുടെയും മുഖം നശിപ്പിച്ചിരിക്കുന്നു. ഈ കാണുന്നത് ശ്രീകോവിൽ. പ്രധാന പ്രതിഷ്ഠ ഇല്ലാത്തതിനാൽ അടച്ചിട്ടിരിക്കുന്നു. കൃഷ്ണസ്വാമി ക്ഷേത്രം, ഹസാര രാമചന്ദ്ര ക്ഷേത്രം, വിജയവിത്തല ക്ഷേത്രം എല്ലാം കൃഷ്ണദേവരായരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടത്. 1509 മുതൽ 1529 വരെയാണ് കൃഷ്ണദേവരായ കാലം എന്ന് ചരിത്രത്തിൽ പറയുന്നത്. തുളുവ രാജവംശ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായ വിപുലീകരണവും ഏകീകരണവും പ്രധാന ഭരണ സവിശേഷതയായി ഉള്ള ചക്രവർത്തിയായിരുന്നു. ഇപ്പോൾ നമ്മൾ വിജയനഗര രാജാക്കന്മാർ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചിരുന്ന 100 തൂണുകളുള്ള മണ്ഡപം, കിങ്സ് ഓഡിയൻസ് ഹാൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത്. ഇതെല്ലാം വിജയനഗര പ്രൗഢിയുടെ നേർക്കാഴ്ചകൾ. ഇരട്ട മതിലുകളാൽ സുരക്ഷിതമാക്കി വടക്കുവശത്ത് 2 വാതിലുകളും പടിഞ്ഞാറ് വശത്ത് 1 വാതിലുമുള്ള വിജയനഗരത്തിലെ രാജാക്കന്മാർ താമസിക്കുകയും ഭരിക്കുകയും ചെയ്ത സ്ഥലം. 59,000 ചതുരശ്ര മീറ്റർ ഉള്ള വിശാലമായ ഭൂപ്രദേശം. 43ഓളം കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. നിരവധി അടിത്തറകൾ, ഭൂമിക്കടിയിലെ രഹസ്യ അറകൾ, ജലസംഭരണികൾ, കനാലുകൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ മാത്രം. ഹംപിയിലെ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ട പ്രദേശം. ഇത്രയും നശിച്ച രൂപത്തിൽ പോലും ഹംപിയിൽ ഏറ്റവും അധികം സന്ദർശകർ എത്തിച്ചേരുന്ന സ്ഥലം. ഇവിടുത്തെ ഏറ്റവും അതിശയകരമായ കാഴ്ചയായ ഭൂഗർഭ അറയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. രാജാവും വിശ്വസ്ത സഹായികളും പ്രധാന യോഗങ്ങളും ചർച്ചകളും നടത്തിയിരുന്ന രഹസ്യ അറ. നമുക്ക് രഹസ്യ അറയുടെ അകത്തുകൂടി ഒന്ന് നടന്നു നോക്കിയാലോ? നല്ല ഇരുട്ടാണെന്ന് തോന്നുന്നു. മൊബൈൽ ലൈറ്റ് ഉപയോഗിക്കാം. രഹസ്യ അറയിലൂടെ ഒറ്റയ്ക്ക് നടക്കുക. പേടിക്കണോ? യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ ആയുധങ്ങളുമായി വരുമോ ആവോ? നിശബ്ദമായ അന്തരീക്ഷം. ഇതൊരു മുറിയിലേക്കാണ്. ഒരു 100 ചതുരശ്ര അടി വിസ്തീർണം കാണുമോ? നമ്മളിപ്പോൾ കണ്ട മുറിയിലാണ് രാജാവും പരിവാരങ്ങളും ഭരണപരമായ യോഗങ്ങളും ചർച്ചകളും നടത്തിയിരുന്നുവെന്ന് പറയപ്പെടുന്നു. വീണ്ടും ഇരുട്ടിലേക്ക്. ഒരു ചുറ്റും നടന്നതിന് ശേഷം താഴേക്ക് ഇറങ്ങി അതേ പടികളിലൂടെ മുകളിലേക്ക്, പുറത്തേക്ക്. രഹസ്യ അറയുടെ മുകളിൽ നിന്നുമുള്ള കാഴ്ചകൾ കണ്ടോ? തറയെല്ലാം വലിയ കല്ലുകൾ. എന്തെല്ലാം തീരുമാനങ്ങളെടുത്ത സ്ഥലമായിരിക്കും.
ദൂരെ കാണുന്നത് ദസറ ആഘോഷങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പിരമിഡിൻ്റെ ആകൃതിയിലുള്ള തറ. ആന, കുതിര, പട്ടാളക്കാർ, ഘോഷയാത്ര എന്നീ കൊത്തുപണികളാൽ അലങ്കരിച്ച മഹാനവമി ദിബ്ബ. മഹാനവമി ദിബ്ബയിലേക്ക് കയറുമ്പോൾ രണ്ട് വശത്തുമുള്ള ആനയുടെ രൂപങ്ങൾ. ഒരു പ്രതിമയെപ്പോലും വെറുതെ വിട്ടില്ല, എല്ലാം അടിച്ചു തകർത്ത് കളഞ്ഞു. രണ്ട് വശവും മനോഹരമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. 30ഓളം പടികൾ കയറി മുകളിൽ ചെല്ലുമ്പോൾ വളരെ വിശാലമായ ഒരു തറ. ഇവിടെ നിന്നും ചുറ്റും നോക്കിയാൽ നശിപ്പിക്കപ്പെട്ട ധാരാളം അവശിഷ്ടങ്ങൾ ദൂരക്കാഴ്ചയിൽ കാണാം. ഇതാണ് മഹാനവമി ദിബ്ബയിലേക്കുള്ള യഥാർത്ഥ പ്രവേശന കവാടം. ആനയും അമ്പാരിയുമായി ദസറ ഉത്സവം രാജകീയമായി ആഘോഷിച്ചിരുന്ന സ്ഥലം. ഇതായിരുന്നു ഇവിടുത്തെ പൊതുജനങ്ങൾക്കുള്ള കുളം. ജനങ്ങൾക്ക് ഉപയോഗിക്കാനും ജലകായിക വിനോദങ്ങൾ സംഘടിപ്പിക്കാനും ഉപയോഗിച്ചിരുന്ന ഈ കുളത്തിലേക്ക് ഈ കാണുന്ന പ്രത്യേക ചാലിലൂടെ വെള്ളം എത്തിച്ചിരുന്നു. എന്തെന്ന് മനസ്സിലാകാത്ത കുറേ കൊത്തുപണികൾ. മറ്റൊരു വെള്ളമൊഴുകുന്ന ചാല് കരിങ്കൽ തൂണുകൾക്ക് മുകളിലൂടെ പോകുന്നു. തൂണിന് മുകളിലൂടെ വെള്ളം കൊണ്ടുവന്നത് ഈ കുളത്തിലേക്കാണ്. ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരണി, പഴയ പേരറിയില്ല. രാജകുടുംബത്തിൻ്റെ ആചാരപരമായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന 22 മീറ്റർ വിസ്തൃതിയും 7 മീറ്റർ ആഴവും 5 തട്ടുകളിലായി നിരവധി പടികളുമുള്ള കുളം. ഇവിടെ തുംഗഭദ്ര നദിയിൽ നിന്നുമാണ് ഈ ചാലുകൾ വഴി വെള്ളം എത്തിച്ചിരുന്നത്. ഇപ്പോൾ ഇതൊരു മഴവെള്ള സംഭരണിയാണ്. മഹാനവമി ദിബ്ബയുടെ അടുത്ത് വിജയനഗര ഭരണകർത്താക്കളുടെ താമസ ഭരണ കാര്യാലയങ്ങളുടെ ഒരു കവാടത്തിൻ്റെ കല്ല് കൊത്തിയുണ്ടാക്കിയ കതകുകൾ. ഹംപിയിൽ നശിപ്പിക്കപ്പെട്ട അപൂർവ നിർമ്മിതികളിൽ ഒന്ന്. ആ കാലഘട്ടത്തിലെ ശില്പികളുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ മകുടോദാഹരണം എന്ന് പറയാം. ഒറ്റക്കല്ലിൽ കൊത്തിയുണ്ടാക്കിയ കല്ലുവാതിലിൻ്റെ ഓടാമ്പലും വ്യാകിരിയും വരെ ഇന്നും നശിക്കാതെ ഇരിക്കുന്നു. ഒരു ഭാഗം വാതിൽ പൊട്ടിയിരിക്കുന്നു. കൃഷ്ണദേവരായയുടെ അനുജൻ അച്യുതദേവരായ 1529 1542 ഇടയിൽ നിർമ്മിച്ച് 500 വർഷത്തിന് ശേഷവും സന്ദർശക ശ്രദ്ധ ആകർഷിക്കുന്ന രാജകുടുംബത്തിലെ സ്ത്രീകൾക്കായി നിർമ്മിച്ച കുളിസ്ഥലം.
ഇവിടെ വന്നപ്പോൾ ഇംഗ്ലീഷ് പേരുകളാണ് കാണുന്നത്. ക്യൂൻസ് ബാത്ത് എന്ന് ഇവിടെ ഒരു ബോർഡ് കണ്ടു. മുന്നൂറ് ചതുരശ്ര മീറ്റർ സ്ഥലത്തിൻ്റെ നടുക്ക് 15 ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ 2 മീറ്റർ താഴ്ചയിൽ പുറമേ ചുവരുണ്ടെങ്കിലും അകത്ത് കമാനാകൃതിയിൽ തൂണുകളും ബാൽക്കണികളുമുള്ള കുളിസ്ഥലം. കുളത്തിലേക്ക് ഇറങ്ങാൻ സുരക്ഷിതമായ പടവുകൾ. പ്രത്യേക ചാലുകളിലൂടെ ഈ കുളത്തിൽ ശുദ്ധജലം നിറയ്ക്കാനും പിന്നീട് പുറത്തേക്ക് ഒഴുക്കിവിടാനുമുള്ള സൗകര്യം. ചുറ്റും കിടങ്ങുകൾ നിർമ്മിച്ച് കിടങ്ങിന് മുകളിലൂടെ പ്രത്യേക പാലത്തിലൂടെ വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. പുറത്തുനിന്നുമുള്ള പ്രവേശനം തടയാൻ പാലത്തിൽ പ്രത്യേക സുരക്ഷാ ജീവനക്കാർ. പഴയ പ്രശസ്തിയും ഭംഗിയും ഇല്ലെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ സംരക്ഷിച്ചു വരുന്ന ഒരു സ്മാരകം. ഏറ്റവും സുരക്ഷയോടെ വടക്ക് ദിശയിലും വടക്ക് കിഴക്ക് ദിശയിലും പ്രവേശനവാതിലോട് കൂടിയ 3 സുരക്ഷാ ഗോപുരങ്ങളുള്ള സ്ഥലമായിരുന്നു രാജ്ഞിമാരുടെ പാലസ് സ്ഥിതി ചെയ്തിരുന്ന ഈ സ്ഥലം. 1334 ചതുരശ്ര അടിയിൽ ഇപ്പോൾ അടിത്തറ മാത്രം നിലനിൽക്കുന്നു. വിജയനഗര ചക്രവർത്തിയായിരുന്ന കൃഷ്ണദേവരായർക്ക് തിരുമലാദേവി, ചിന്നാദേവി, അന്നപൂർണാദേവി എന്നിങ്ങനെ 3 ഭാര്യമാർ ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു. ഇൻഡോ ഇസ്ലാമിക് വാസ്തുശൈലിയിലായിരുന്നു ഇവർക്കുള്ള കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരുന്നത്. 2 നിലകളുള്ള ലോട്ടസ് മഹൽ ഒഴികെ എല്ലാം ഇപ്പോൾ അടിത്തറ മാത്രമാണുള്ളത്. ലോട്ടസ് മഹൽ കാണാത്ത ഹംപി സന്ദർശനം അപൂർണമെന്നാണ് പൊതുവെ ഇവിടെയുള്ള ട്രാവൽ ഏജന്റുമാർ പറയുക. 24 തൂണുകളും കമാനാകൃതിയിലുള്ള ജനലുകളുമാണ് ലോട്ടസ് മഹലിൻ്റെ ഭംഗി കൂട്ടുന്നത്. രാജ്ഞിമാർക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു എങ്കിലും രാജാവിൻ്റെയും മന്ത്രിമാരുടെയും പല യോഗങ്ങളും ഇവിടെയാണ് നടന്നിരുന്നത്. കമൽ മഹൽ, ചിത്രാംഗനി മഹൽ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ലോട്ടസ് മഹലിന് ചുറ്റും ഒന്ന് നടന്നു കണ്ടതിനു ശേഷം ആനത്തൊഴുത്തിലേക്ക്. ആനത്തൊഴുത്തിലേക്ക് പോകുന്ന വഴിയിൽ ദൂരക്കാഴ്ചയിൽ വാച്ച് ടവർ. തെക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ് ദിശയിൽ 3 വാച്ച് ടവറുകൾ കാണാം. രാജ്ഞിമാരും അനുഗതരായ സ്ത്രീകളും താമസിച്ചിരുന്നതിനാൽ അധിക സുരക്ഷയ്ക്കായി നിർമ്മിച്ചവ. ഹംപിയിൽ പ്രവേശന പാസ് എടുക്കേണ്ട ഒരു സ്ഥലം. മറ്റൊന്ന് വിജയവിത്തല ക്ഷേത്രം. ആനത്തൊഴുത്ത് എന്ന് പറയുന്നതായിരിക്കും ഉത്തമം. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഹംപിയിലെ ഏറ്റവും കുറവ് നാശം സംഭവിച്ച രാജകീയ ആനകളുടെ മനോഹരമായ ഒന്നിടവിട്ട താഴികക്കുടങ്ങളുള്ള കൊട്ടാരം. പതിനൊന്ന് ഉയരമുള്ള അറകൾ. ഒരു അറയിൽ 2 ആനകളെ തളച്ചിരുന്നു. അകത്ത് മേൽക്കൂരയിൽ ആനകളെ തളയ്ക്കാനായി ഇരുമ്പ് കൊളുത്തുകൾ ഉറപ്പിച്ചിരിക്കുന്നു. ഓരോ അറയുടെയും പുറകുവശത്ത് ഒരാൾക്ക് കടന്നു പോകാൻ സാധിക്കുന്ന വിധത്തിൽ ചെറിയ വാതിലുകളുണ്ട്. ആനത്തൊഴുത്തിന് മുമ്പിൽ വളരെ വിശാലമായ ഒരു പുൽമൈതാനം.
ആനത്തൊഴുത്തിന് മുമ്പിൽ വലതുവശത്തായി 11 കമാനങ്ങളോട് കൂടിയ വലിയ വരാന്തയും അതിനു പിന്നിൽ അത്ര തന്നെ മുറികളുമുള്ള ഗാർഡ് ഹൗസ് എന്ന കെട്ടിടം. ഇത് ആനയുടെ പാപ്പാന്മാരും സുരക്ഷാ ചുമതലയുള്ളവരും താമസിച്ചിരുന്നതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ കെട്ടിടത്തിൽ ഹംപിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച അപൂർവങ്ങളായ കൽപ്രതിമകൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. 40 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന കാഴ്ച ബംഗ്ലാവ്, ഇപ്പോഴും ജീവനുള്ള ഹംപി എന്ന ചരിത്ര നഗരത്തിലൂടെയുള്ള എൻ്റെ പ്രയാണം തുടരുന്നു. വിജയവിത്തല ക്ഷേത്രം, മാതംഗമല തീരുന്നില്ല. വീണ്ടും അടുത്ത വീഡിയോയിൽ.